എല്ലാ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വില്ലനാകുമ്പോഴും നടനാകുമ്പോഴും സിനിമാ പ്രേമികളെ എന്നും വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് മെഗാസ്റ്റാർ മമ്മൂക്ക. കഴിഞ്ഞ ദിവസം മമ്മൂക്കയുടെ ഏറ്റവും പുതിയ ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററും ടൈറ്റിൽ കാർഡും പുറത്തു വന്നിരുന്നു. ആ ഒരു ഒറ്റ പോസ്റ്റർ കൊണ്ട് തന്നെ കഥാപാത്രത്തിന്റെ ഡെപ്ത് സിനിമാ പ്രേക്ഷകർക്കിടയിൽ കത്തിയത് കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ ആ ഒരു പോസ്റ്റർ കത്തിപ്പടരുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. മമ്മൂക്കക്ക് മാത്രം കഴിയുന്ന ചില കാര്യങ്ങൾ ഇന്ത്യൻ സിനിമയിൽ ഇപ്പോഴുമുണ്ട്. അതിലേക്കാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മുടെ പ്രേക്ഷകരിലേക്ക് നമ്മൾ കൊണ്ടുപോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പ്രേക്ഷക സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഉടൻ തന്നെ 35,000 സബ്സ്ക്രൈബേഴ്സ് തികയുന്നതായിരിക്കും. എല്ലാ പ്രേക്ഷകരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. അന്നും ഇന്നും ഒരു സൂപ്പർ താര പദവിയിൽ നിൽക്കുന്ന ഒരു താരമായി നിൽക്കുന്ന മമ്മൂക്കക്ക് ഇന്ത്യൻ സിനിമയിലെ ഏതൊരു ഇൻഡസ്ട്രിയിലെയും സൂപ്പർ താര പദവിയിൽ നിൽക്കുന്ന വൻപൻ താരങ്ങൾക്ക് ഇന്നും ചെയ്യാൻ കഴിയാത്ത ചില കാര്യങ്ങൾ മമ്മൂക്കക്ക് ഇപ്പോഴും ചെയ്യാൻ സാധിക്കും. മെഗാസ്റ്റാർ എന്ന ഒരു ടൈറ്റിൽ മമ്മൂക്കക്ക് ഉണ്ടെങ്കിൽ പോലും പദവിയിൽ നിന്നും വ്യത്യസ്തമായിട്ട് മമ്മൂക്ക കൂടുതലും ശ്രദ്ധിക്കുന്നത് സിനിമയിലെ കഥാപാത്രങ്ങളെ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഏതൊരു ഇൻഡസ്ട്രിയിലെയും വലിയ താരങ്ങൾ താരപദവിക്ക് ഇത്തരം കഥാപാത്രങ്ങൾ ചെയ്യുമ്പോൾ കോട്ടം സംഭവിക്കുമോ എന്ന ഭയം ഇത്തരം കഥാപാത്രങ്ങളിലേക്ക് അവരെ കൊണ്ടെത്തിക്കാറില്ല. പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, മമ്മൂക്ക വ്യത്യസ്ത കഥാപാത്രങ്ങൾ തിരഞ്ഞെടുക്കാൻ തുടങ്ങിയത് കൊറോണയ്ക്ക് ശേഷം, അതായത് 2020 ശേഷം എന്നാണ്. 1994 തന്നെ മമ്മൂക്കക്ക് സൂപ്പർ താര പദവി ഉണ്ടായിരുന്നു. അന്ന് തന്നെ അദ്ദേഹം വിധയൻ പോലെയുള്ള സിനിമകളിൽ ഗംഭീര നെഗറ്റീവ് ഷെയ്ഡിലുള്ള ഭാസ്കർ പട്ടേൽ എന്ന കഥാപാത്രവുമായി നമ്മളെ ഞെട്ടിച്ചിട്ടുണ്ടായിരുന്നു. ഭാസ്കർ പട്ടേലിന്റെ റേഞ്ച്, ആ ഒരു നെഗറ്റീവ് ഷെയ്ഡ് കഥാപാത്രം ഉണ്ടാക്കിയ എഫക്റ്റ് എത്രത്തോളം ഉണ്ടെന്ന് ആ ഒരു തലമുറക്ക് കൃത്യമായി അറിയാം. പിന്നീട് പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് പാലേരി മാണിക്കത്തിലെ ഹാജി എന്ന കഥാപാത്രമാണ്. അദ്ദേഹത്തിന്റെ ക്രൂരമായ പ്രവൃത്തികൾ, ആ സിനിമയിൽ നിന്നും നമുക്ക് ലഭിച്ച ആ വില്ലൻ കഥാപാത്രത്തോട് നമുക്ക് തോന്നിച്ച ആ ഒരു ദേഷ്യം തന്നെയാണ് ആ കഥാപാത്രത്തിന്റെ വിജയം. ഇതിനേക്കാൾ എനിക്ക് എഫക്റ്റ് തോന്നിയത് മുന്നറിയിപ്പിലെ CK രാഘവൻ തന്നെയാണ്. വളരെയധികം സൈലന്റായി പോയിക്കൊണ്ടിരുന്ന ആ ഒരു സിനിമ ക്ലൈമാക്സ് എത്തിയപ്പോൾ നമ്മുടെ എല്ലാം കിളി പാറിപ്പിച്ച ഒരു കൊടൂര വില്ലന്റെ ചിരിയിൽ നിന്നും നമുക്ക് ലഭിച്ചത് ഒരു ഗംഭീര ക്ലൈമാക്സ് ആയിരുന്നു. എന്നാൽ പുഴു എന്ന സിനിമയിലെ കഥാപാത്രം നമുക്ക് ഏകദേശം ഉറപ്പായിരുന്നു ഇതൊരു വില്ലൻ കഥാപാത്രം തന്നെയായിരുന്നു എന്ന്. സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ നമുക്ക് അറിയാമായിരുന്നു. എന്നാലും തൻ്റെ വിശ്വാസങ്ങൾക്ക് മുമ്പ് ഒരു സ്നേഹബന്ധത്തിനും വിലയില്ലെന്ന് ആ ഒരു കഥാപാത്രം ആ ഒരു സിനിമയിലൂടെ നമുക്ക് കാണിച്ചു തന്നു. അത്രക്ക് ക്രൂരനായ ഒരു വില്ലനായിരുന്നു പുഴുവിലെ കഥാപാത്രവും. പിന്നെ കഴിഞ്ഞ കൊല്ലമായിരുന്നു ആ ഒരു വരവ്, ചാത്തൻ, നമ്മുടെ ബ്രഹ്മയുഗത്തിലെ കൊടുമൺ പോറ്റിയുടെ വരവ്. സിനിമയിലുണ്ടായ 3 കഥാപാത്രങ്ങളും ഗംഭീരമായി അഭിനയിച്ച് അല്ലെങ്കിൽ മത്സരിച്ച് അഭിനയിച്ച ചിത്രം. സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഈ ഒരു കഥയിൽ നായകൻ അർജുൻ അശോകനാണെന്ന് പ്രേക്ഷകർക്ക് അറിയാമായിരുന്നു. രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്ത ബ്രഹ്മയുഗം തിയേറ്ററുകളിൽ റിലീസായതിനു ശേഷവും സിനിമക്ക് ഗംഭീര അഭിപ്രായങ്ങൾ ലഭിച്ച ശേഷവും സിദ്ധാർത്ഥ് ഭരതന്റെയും അർജുൻ അശോകന്റെയും കഥാപാത്രത്തിന് അഭിനയത്തിന് ഗംഭീര അഭിപ്രായങ്ങൾ ലഭിച്ചപ്പോഴും ആ ഒരു സിനിമ ഇന്നും ഹൈ വോൾട്ടേജിൽ അറിയപ്പെടുന്നത് കൊടുമൺ പോറ്റി എന്ന മമ്മൂട്ടി കഥാപാത്രം കൊണ്ട് തന്നെയാണ്. അതിനും അപ്പുറമുള്ള ഒരു കഥാപാത്രം ഇനി വരുമോ എന്ന ചോദ്യം അന്നുണ്ടായിരുന്നു. ആ ഒരു ചോദ്യത്തിന് 1 വർഷത്തെ ആയുസ് മാത്രമാണ് ഉണ്ടായിരുന്നത്. കൊടുമൺ പോറ്റിയേക്ക് മറികടക്കാനുള്ള ഒരു കിടിലൻ കഥാപാത്രമായിട്ടാണ് ജിതിൻ K ജോസ് എന്ന പുതുമുഖ സംവിധായകനുമായി മമ്മൂക്ക ഈ കൊല്ലം എത്തുന്നത്. ജിതിൻ K ജോസ് ചിത്രത്തെക്കുറിച്ച് ജോൺ ബ്രിട്ടാസ് ഇന്റർവ്യൂവിൽ പറഞ്ഞ മമ്മൂട്ടി കഥാപാത്രത്തിന്റെ സവിശേഷത ശരിയാണെങ്കിൽ ഈ ഒരു ലുക്ക് കണ്ടിട്ട് ഏകദേശം അതൊക്കെ ശരിയായി വരാനുള്ള ചാൻസ് ഏറെയാണ്. ഇതിൽ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഇതിന്റെ അതായത് ജിതിൻ K ജോസ് സംവിധാനം ചെയ്യുന്ന കളം കാവൽ എന്ന സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തു വന്നപ്പോൾ വിനായകന്റെ കഥാപാത്രത്തിന്റെ പോസ്റ്ററാണ് പുറത്തു വന്നത്. പിന്നീടാണ് മമ്മൂട്ടി കഥാപാത്രത്തിന്റെ പോസ്റ്റർ പുറത്തു വന്നത്. ആ ഒരു പോസ്റ്ററിൽ പ്രത്യേകമായി മെൻഷൻ ചെയ്തിട്ടുണ്ട്, മമ്മൂട്ടി കമ്പനി പ്രസന്റിംഗ് വിനായകൻ ഇൻ മമ്മൂട്ടി. ഇത്തരമൊരു ടാഗാണ് ആ ഒരു പോസ്റ്ററിന്റെ മുകളിൽ നമുക്ക് കാണാൻ സാധിച്ചത്. താരപദവി നോക്കാതെ ആ സിനിമയിലെ കഥാപാത്രത്തിന്റെ ഡെപ്ത് അനുസരിച്ചുള്ള മൂല്യം തന്നെയാണ് മമ്മൂക്ക ഓരോ സിനിമയിലും ഓരോ കഥാപാത്രത്തിനും നൽകുന്നു എന്നതിനുള്ള ഉത്തമ ഉദാഹരണം തന്നെയാണിത്. അപ്പോൾ നമ്മുടെ പ്രേക്ഷകരുടെ അഭിപ്രായത്തിൽ മമ്മൂക്ക വില്ലൻ കഥാപാത്രങ്ങളായി എത്തിയ ചിത്രങ്ങളിൽ നമ്മുടെ പ്രേക്ഷകർക്ക് ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട ചിത്രത്തിന്റെ പേര് താഴെ കമന്റ് ചെയ്യാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. അടുത്തൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം.